ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാൻ ഗൈഡൻസ് മെസ്സേജ് എടുക്കാനത്തെ ഇന്ന് നിങ്ങൾ കേൾക്കേണ്ട ഒരു മെസ്സേജ്, യൂണിവേഴ്സ് നിങ്ങൾക്ക് എത്തിക്കുന്ന എന്താണ് ഒരു മെസ്സേജ്. അതിപ്പോൾ ഇന്നത്തെ ദിവസത്തേക്കാവാം, വേറെ ഏതെങ്കിലും ദിവസത്തേക്കാവാം, ഈ വരുന്ന കുറച്ച് ദിവസത്തെ ആയിരിക്കാം. എന്തെങ്കിലും നിങ്ങളെ റിലേറ്റഡ്, നിങ്ങൾ അറിയാനോ കേൾക്കാനോ ഉള്ള ഒരു യൂണിവേഴ്സിൻ്റെ മെസ്സേജ്. ഓക്കെ, നിങ്ങൾ കേൾക്കേണ്ട സമയമായിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് നിങ്ങൾക്ക് എത്തിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ കൺഫ്യൂഷനോ ക്വസ്റ്റ്യനോ ഓക്കെ അതിനൊരു ആൻസർ ആവാം, എന്തുമാവാം. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളിലേക്ക് എത്തേണ്ട സമയത്ത് യൂണിവേഴ്സ് എത്തിക്കുന്ന ഒരു മെസ്സേജ് എന്താണ് നമുക്ക് നോക്കാം. ടേണിംഗ് ഇൻ ദ ലവേഴ്സ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷഫിൾ ചെയ്തിട്ടാണ് എടുത്തത്, പക്ഷെ വരുന്ന കാർഡ് കണ്ടില്ലേ. ഞാൻ നിങ്ങളുടെ എനർജിയാണ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം എന്താ ചെയ്യുക, നിങ്ങളുടെ മനസ്സിലുള്ള തോട്ട്സ് ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് കൂടുതലും, അതുകൊണ്ടാണ്. എനിവേ, അബൻഡൻസ്, ഇൻറ്റൻസിറ്റി ആൻഡ് ചേഞ്ച്. ഓക്കെ, വി ആർ ദ വേൾഡ് കാർഡാണിത്. ഓ, ഇത് 2 of Cups കാർഡാണിത്. വാവ്, 2 of Cups ആൻഡ് വേൾഡ് കാർഡ്. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഞാൻ അതിൻ്റെ കുറച്ച് ക്ലാരിഫിക്കേഷൻ എടുക്കുന്നുണ്ട്. ടാരോ ഒന്ന് എടുക്കാം നമുക്ക്. നോർമൽ ടാരോന്ന് എന്താണ് ടേണിംഗ് ഇൻ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? 9 of Wands. ഓക്കെ, ലവേഴ്സ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? Queen of Swords. ഓക്കെ, അബൻഡൻസ്. വാവ്, Ace of Pentacles. awesome. 4 of Cups and intensity. Change and Tower. വാവ്, എത്ര മാച്ചായിട്ടാണ് വരുന്നത്. വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഓക്കെ, 2 സിറ്റുവേഷൻ പറയാം. ഒന്ന് ഞാൻ ജനറലായിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, കുറച്ച് റിലേഷൻഷിപ്പിൻ്റെ ഉണ്ട് എന്നാലും. ഓക്കെ, ഇവിടെ ഇപ്പോൾ കാണുന്നത് ടേണിംഗ് ഇൻ എന്നാണ്. ഓക്കെ, ടേണിംഗ് ഇൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് നമ്മളുടെ അവനവനിലേക്ക് നോക്കി തുടങ്ങുക എന്ന രീതിക്ക് പറയാം. ഓക്കെ, മെഡിറ്റേഷൻ ഇരിക്കുന്ന തരത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തം ലൈക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്ത് ചില മെസ്സേജസ് കിട്ടുന്നതായിട്ട് യൂണിവേഴ്സിലേക്ക് നിങ്ങളെ അടുക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ഇൻറ്റ്യൂഷൻ നിങ്ങളെ വർദ്ധിക്കുന്നുണ്ടാവും. ഐ തിങ്ക് ഇവിടെ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, സോ അതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവാം, നിങ്ങളുടെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളുടെ അവനവൻ്റെ ഉള്ളിലേക്ക് നോക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയാണ് പേടികളുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ മാറ്റേണ്ടതുണ്ടോ, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ ശീലങ്ങൾ, ഓക്കെ, എന്തെങ്കിലും അഡിക്ഷൻസ്, എന്ത് തന്നെ ആയാലും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിലെ ചില കാര്യങ്ങളെത്തിങ് നിങ്ങൾ മാറ്റിയെടുക്കുന്നതായിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഇതിൻ്റെ ഇഫക്റ്റായിട്ട്, ഇതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇവിടെ ലവേഴ്സ് എനർജി ഉണ്ട് ഇവിടെ. ഓക്കെ, ആക്ച്വലി ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്ത് പറയാം. 9 of Wands ഉണ്ട്. സോ ഇതും നമ്മൾ ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുന്ന പോലെയാണ്. ഐ തിങ്ക് നിങ്ങളത് ബൗണ്ടറി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് നിങ്ങൾ തന്നെ ലൈക്ക് ആരെങ്കിലും നിങ്ങളെ വന്ന് അറ്റാക്ക് ചെയ്യാം എന്ന രീതിക്ക് നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. ഓക്കെ, നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയാണ്. 9 of Wands എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഒരു ബൗണ്ടറി വെച്ച് നിൽക്കുക എന്ന് പറയും. എവിടെ നിങ്ങൾ ബൗണ്ടറി വെക്കണം, ആരുടെ അടുത്ത് എത്രത്തോളം അടുക്കണം, അല്ലെങ്കിൽ എത്ര വിശ്വസിക്കണം, എത്ര നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര നമ്മൾ വേറൊരാൾക്ക് അവസരം കൊടുക്കണം എന്ന രീതിക്ക് എത്തിക്ക് നിങ്ങൾ അവിടെ ബൗണ്ടറി വെക്കാൻ പഠിച്ചു തുടങ്ങി. അത് തന്നെയാണ് ടേണിംഗ് ഇൻ. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ വീക്ക്നെസ് എന്താണ്, നിങ്ങളുടെ ക്വാളിറ്റീസ് എന്താണ്, നല്ല ക്വാളിറ്റീസ് എന്താണ്, നിങ്ങൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഐ തിങ്ക് നിങ്ങൾ മറ്റുള്ളവരെ ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് എത്രത്തോളം അലൗ ചെയ്യില്ല. ഓക്കെ, നിങ്ങളെ വേദനിപ്പിക്കാൻ നിങ്ങൾ അലൗ ചെയ്യില്ല. ഓക്കെ, അത് ഒരു സേഫ്റ്റി പ്രൊട്ടക്ഷൻ എന്ന രീതിക്ക് പറയാം. നിങ്ങൾ അവനവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ്. ബട്ട് അത് നല്ലതാണ് ഒരു തരത്തിൽ. ഓക്കെ, ഇവിടെ ലവേഴ്സ് എനർജീൻ്റെ ക്വീൻ ഓഫ് സോർട്സ് ഉണ്ട്. സോ ഇവിടെ മേ ബി ആരോടെങ്കിലും നിങ്ങൾ ലൈക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് നിങ്ങൾ ആരോടെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ആയി കാണാം. ഓക്കെ, ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് കയർത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടാവാം. ക്ലാരിറ്റി മീൻസ് എനിക്ക് ക്ലാരിറ്റി വേണം എന്ന രീതിക്ക് പറഞ്ഞു കാണാം. ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞു കാണാം ചോയ്സ് എടുക്കൂ, മേ ബി നിങ്ങൾ ചൂസ് ചെയ്യൂ എന്ന് പറഞ്ഞു കാണാം. ഓക്കെ, അതായത് നിങ്ങൾ എന്താ പറയുക, 2 കാര്യങ്ങളിൽ കൺഫ്യൂഷൻ വേണ്ട, കൺഫ്യൂഷൻ ഇനി പറ്റില്ല. ഓക്കെ, മേ ബി ഒരു ചോയ്സ് എടുക്കൂ എന്ന് ചിലപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും പറഞ്ഞു കാണാം. കാരണം ഇത് വളരെ സ്ട്രോങ് എനർജിയാണ്. നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുന്നതായിട്ടാണ്. ഇത് ക്വീൻ ആവണമെന്നില്ല, കിങ് ആയാലും നിങ്ങൾ ജെൻസ് വാച്ചിങ് ആണെങ്കിൽ ഇത് കിങ് ആയിട്ട് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ ഒരു കിങ് ഓഫ് സോർട്സ് എനർജിയിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഓക്കെ, നിങ്ങൾ ട്രൂത്ത് ആൻഡ് ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഓക്കെ, സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വ്യക്തത വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലെയാണ്. പക്ഷെ ഇതിവിടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ ആക്ച്വലി നല്ലതാണ് കേട്ടോ. ഈ സംഭവം നല്ല തന്നെയാണ്. അവിടെ ആ ഒരു സ്റ്റാൻഡ് ആവശ്യമായിരുന്നു. ഓക്കെ, മേ ബി ഓക്കെ, ഇത് നമ്മൾ നോർമൽ കാര്യങ്ങൾ പറയുകയാണെങ്കിലും നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് പറയാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യത്തിൻ്റെ കൺഫ്യൂഷൻ, ലൈക്ക് 2 സിറ്റുവേഷൻ്റെ
രണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തും ആവാട്ടോ, ലൈക്ക് രണ്ട് ജോലി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിൻ്റെ ഒരു കൺഫ്യൂഷൻ ആവാം, പഠിക്കണോ ജോലിക്ക് പോകണോ, അല്ലെങ്കിൽ എന്താണ് ലൈക്ക് എന്തെങ്കിലും കാര്യത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവുന്ന പോലെയാണ്. നിങ്ങൾ അതിനു വേണ്ടി ഐ തിങ്ക് ഇങ്ങനെ നിങ്ങൾ അവനവൻ്റെ വാല്യൂ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം നിങ്ങളുടെ ലൈഫിൽ എന്താ നല്ലത്, ഓക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ഐ തിങ്ക് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഒരു ചോയ്സ് നിങ്ങൾ എടുക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. എനിക്ക് ഇത് എവിടെയോ ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലി കരിയർ കാര്യങ്ങൾ എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കൽ, ആ ഒരു തീരുമാനം നിങ്ങൾ ഉറച്ച ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് എനിക്ക് ഇവിടെ കാണുന്നത്. ആ ചോയ്സ് മേ ബി നിങ്ങളായിരിക്കും ഇവിടെ ചോയ്സ് എടുക്കുന്നത്. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ അബണ്ടൻസ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾ ഈ ഒരു ചോയ്സ് എടുത്ത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുത്ത് നിങ്ങളുടെ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ പവറിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന അബണ്ടൻസ് ആണ്. ഈ രണ്ട് കാർഡും ഒരേ കാര്യമാണ്, ഏസ് ഓഫ് പെന്റിക്കിൾസ് ആൻഡ് അബണ്ടൻസ്. ഓക്കെ, ഏസ് ഓഫ് പെന്റിക്കിൾസ് നമുക്ക് ഒന്ന് കരിയറിൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യം പറയാം, പൈസ കിട്ടുന്ന മണി വൈസ് എന്തെങ്കിലും നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉള്ളതായിരിക്കാം, എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മണി വരുന്നു, കരിയറിൽ ഗ്രോത്ത് വരുന്നു, ഈവൻ ലൈക്ക് സാലറി ഇൻക്രിമെൻറ്റ് എന്ത് തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏർണിംഗ് തുടങ്ങുന്നു, നിങ്ങൾ മേ ബി ഇതുവരെ ജോലി ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയും ജോലി ചെയ്യാൻ തുടങ്ങുന്നു, നിങ്ങൾക്കൊരു ഏർണിംഗ് പൊട്ടൻഷ്യൽ വരുന്നു, ഓക്കെ, ഓപ്പർച്യൂണിറ്റി വരുന്നു, നിങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരികയാണ്, ചിലപ്പോൾ ഏർണിങ്ങിനുള്ള പൊട്ടൻഷ്യൽ വരികയാണ് നിങ്ങൾക്ക്. ഓക്കെ, എന്തെങ്കിലും വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടും, എന്നിട്ട് അതിന് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒക്കെ നിങ്ങൾക്ക് ഒരു അബണ്ടൻസിലേക്ക് എത്തിക്കാൻ യൂണിവേഴ്സ് നിങ്ങളെ തയ്യാറാക്കുകയാണ്. ഓക്കെ, ഈ ഒരു പ്രോസസ്സ്, ഓക്കെ, നിങ്ങൾ അവനവനെ തിരിച്ചറിഞ്ഞു തുടങ്ങി, ഓക്കെ, നിങ്ങൾ ചോയ്സസ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തീരുമാനം എടുക്കാൻ തുടങ്ങി. ഓക്കെ, എവിടെയാണ് നിങ്ങൾക്ക് നല്ലത്, ഏതാരാണ് നിങ്ങൾക്ക് നല്ലത്, എല്ലാം നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്ന പോലെയാണ്. സോ ആ തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് അബണ്ടൻസ് ആണ്. ഓക്കെ, അത് മാത്രമല്ല ഇവിടെ ഇൻറ്റൻസിറ്റി. ഓക്കെ, മേ ബി ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങും. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് കാണുന്നുണ്ട്, മാറ്റങ്ങൾ, ചേഞ്ചസ് എന്ന് പറയാം. അതിപ്പോൾ ഏത് കാര്യത്തിലും ആവാം. അഗെയിൻ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ്. ഓക്കെ, ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ ഒരു റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ ഒരു പവറിൽ നിൽക്കുകയാണ്, നിങ്ങളിപ്പോൾ കോംപ്രമൈസിന് തയ്യാറല്ല. ഓക്കെ, എന്താണ് നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇനി തയ്യാറല്ല. അതിപ്പോൾ ഏത് സിറ്റുവേഷൻ ആയാലും, അഗെയിൻ ജോലിയുടെ ആണെങ്കിലും ശരി, അവിടെയും നിങ്ങൾക്ക് ഗ്രോത്ത്, മൂവ്മെൻറ്റ് എന്ന രീതിക്ക് കാണും. ഓക്കെ, ഇൻറ്റൻസിറ്റിയാണ്, വളരെ ഹൈ സ്പീഡിലാണ് ഇനി കാര്യങ്ങൾ നീങ്ങാൻ പോകുന്നത്. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇപ്പോൾ പറയുന്ന. ഐ തിങ്ക് നിങ്ങളോട് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ ഈ എത്തിയിരിക്കുന്ന ഈ ഒരു പവർ, ഓക്കെ, ഇത് ഒന്ന് ഓൾറെഡി നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ ആ ഒരു സെൽഫ് വാല്യൂ നിങ്ങൾ റിയലൈസ് ചെയ്യുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, ചോയ്സ് നിങ്ങൾ എടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ 4 of Cups ആണ്. സോ ഐ തിങ്ക് ഇതുവരെ നിങ്ങളോട് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതെങ്കിലും വ്യക്തി നിങ്ങളോട് വളരെയധികം അറ്റാച്ച്ഡ് ആയിട്ട് നിന്നിട്ടില്ല, അവരെന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു കമ്മിറ്റഡ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അവരിനി കമ്മിറ്റ്മെൻറ്റോട് വരും. ഓക്കെ, അവരുടെ ഭാഗത്തുനിന്ന് മാറ്റം വരും. നിങ്ങളായിരിക്കും ഇതുവരെ അങ്ങോട്ട് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഇനി തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഇൻറ്റൻസിറ്റിയിൽ നിങ്ങൾക്ക് ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത്, ജോലിയിലാണെങ്കിലും പഠിപ്പിലാണെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെ ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും എവിടെയാണോ നിങ്ങൾ ഇതുവരെ അങ്ങോട്ട് എഫേർട്ട് കൊടുത്തത് അതിന് ഇനി തിരിച്ച് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് ഇവിടെ ചേഞ്ചസ്, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ ആയിട്ട് എടുക്കാം. വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് വേൾഡ് കാർഡ് രണ്ടും ഉണ്ട് ഇവിടെ. സോ ചില മാറ്റങ്ങൾ, ഓക്കെ, അത് നല്ല മാറ്റങ്ങളാണ്. ചില എൻഡിങ്സ് ഉണ്ടാവും. ഓക്കെ, ചില എൻഡിങ്സ് ഉണ്ടായിട്ടുണ്ടാവും. മേ ബി ഒരു സെപ്പറേഷനൊക്കെ വന്ന് കാണാം. ടവർ കാർഡ് ഉണ്ട് ഇവിടെ. എന്തൊക്കെയോ ഒരു മാറി മറിഞ്ഞ ഒരു അവസ്ഥയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ആ മാറ്റം നല്ലതിനായിരുന്നു, പക്ഷെ എനിക്ക് ഈ മാറ്റം ഇവിടെ ആവശ്യമായിരുന്നു. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയാറുള്ള ടവർ കാർഡിൻ്റെ എന്താണെന്ന്, നമ്മൾ ഈ ബിൽഡിങ്, ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ട്, വലിയൊരു ബിൽഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ലൈഫ് എടുത്തോളൂ. ഓക്കെ, ലൈഫ്, റിലേഷൻഷിപ്സ്, നിങ്ങളുടെ കരിയറിൽ എവിടെയായാലും ഓക്കെ, അത് സ്റ്റേബിൾ അല്ലാതിരുന്ന കാര്യങ്ങളാണ് വീണു പോകുന്നത്. ഓക്കെ, തകർന്നു പോവാം. അത് നല്ലതാണ്, അങ്ങനെ വേണം. ബിക്കോസ് അതിനുശേഷം നിങ്ങൾക്ക് റീബിൽഡ് ചെയ്യാനുള്ള അവസരമാണ്. വേൾഡ് കാർഡാണ്. സോ എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ഒരു റീസ്റ്റാർട്ടാണ് പറയുന്നത്. എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും ഒരു റീബിൽഡിങ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, റീസ്റ്റാർട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ വീണ്ടും കെട്ടിപ്പടുക്കാം. ഓക്കെ, എന്തും നമുക്ക്, നിങ്ങൾ ഒരിക്കലും ഇത് തകർന്നു കഴിഞ്ഞാൽ തകർന്നു പോയി എന്ന് വിചാരിക്കരുത്. എൻഡിങ് അല്ല, ഒരിക്കലും അതൊരു എൻഡിങ് അല്ല. ആ എൻഡിങ്സ് എപ്പോഴും പുതിയ ബിഗിനിങ് കൊണ്ടുവരും. ഓക്കെ, അവിടെ സ്പേസ് വരികയാണ്. അവിടെ ഒരു സ്പേസ് വന്നിട്ട് നിങ്ങൾക്ക് അവിടെ കൂടുതൽ ലൈക്ക് ഒരു ഗ്രോത്തിനുള്ള അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ആദ്യമേ തൊട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളെ വാല്യൂ കൊടുത്ത് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട്. ഓക്കെ, അങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ല മാറ്റങ്ങളാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം, സൈക്കിൾസ് പുതിയത്, ചിലത് എൻ്റെ ആവും, ശരിയാണ്, ചിലത് എൻഡായി പോവും, ചിലത് തകർന്നു പോകാനുണ്ട്. പക്ഷെ ആ തകർന്നു പോകുന്നത് വീണ്ടും നിങ്ങൾക്കൊരു റീബിൽഡിംഗ് ആണ് എനിക്ക് കാണുന്നത് ഇവിടെ. അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേഞ്ച്, ഓക്കെ, ലക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് വരുന്നു, മാറ്റങ്ങൾ വരുന്നു, സൈക്കിൾസ് എൻഡ് ആവുന്നു എന്നൊക്കെ പറയാം. ഓക്കെ, സോ അതെല്ലാം പക്ഷെ തുടക്കം ഇവിടുന്നാണ് കേട്ടോ. തുടക്കം ഈ പോയിന്റാണ്. നിങ്ങൾ അവനവനെക്കുറിച്ച് നിങ്ങൾ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പവർ എന്താണ്, നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. ഓക്കെ, അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ആക്ച്വലി ഇത് ഇവിടെ സെൽഫ് ലവിൻ്റെ കാര്യമാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇത്
നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. സോ അത് ആവശ്യമാണ് ഇവിടെ. ഓക്കെ ഓക്കെ, ഈ ഒരു പോയിന്റ്. ഓക്കെ, റിലേഷൻഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ 2 of Cupsൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലേക്ക് ഞാൻ പറഞ്ഞു ഒരു വ്യക്തി തിരിച്ചു വരാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പ് എൻഡായിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വരും. ഓക്കെ, ആ റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ടാവും. വീണ്ടും ഒരിക്കലും അതൊരു എൻഡിങ് ആയിട്ട് നിങ്ങൾ കണക്കാക്കേണ്ട. നിങ്ങൾ തമ്മിൽ ഇനിയും ബാക്കിയുണ്ട് കാര്യങ്ങൾ. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു ഫ്രണ്ട്ലിനെസ് വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു സിറ്റുവേഷൻ റീബിൽഡ് ആവും. അല്ല എന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ വേറെ കരിയർ, ഫാമിലി അങ്ങനത്തെ കാര്യത്തിൽ പറയുകയാണെങ്കിലും നിങ്ങളുടെ ലൈഫിലേക്ക് ഓക്കെ നല്ല റിലേഷൻഷിപ്സ് വരും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ വരും. നിങ്ങളുടെ ലൈക്ക് നിങ്ങളെ മനസ്സിലാക്കുന്ന സോൾമേറ്റ്സ് ആവാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ എന്തോ ആയിക്കോട്ടെ. ഓക്കെ, ആരോ ആയിക്കോട്ടെ. അങ്ങനെ നമ്മൾ സോൾമേറ്റ് എന്ന ലേബിളൊന്നും കൊടുക്കണ്ട. നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് പറ്റിയ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരും. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിഞ്ഞു. നിങ്ങൾ അങ്ങനെയുള്ളവരെ നിങ്ങൾ ഇനി സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. യെസ്, ഇതും കാണുമ്പോൾ നമുക്ക് പറയാം ലൈക്ക് നിങ്ങൾ ആരെങ്കിലും വെറുതെ വന്നാവുന്ന നിങ്ങൾ സ്വീകരിക്കില്ല. ഐ തിങ്ക്. ഓക്കെ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതാണ് വേണ്ടതും. ഓക്കെ, സോ ഇവിടെ എന്തെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീണ്ടും ഒരു തുടക്കം വരുന്നു എന്നുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഐ തിങ്ക് അത് നിങ്ങൾ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ചേഞ്ചസ് കാരണം ഇത് സംഭവിക്കുന്നതാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കാർഡ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇവൻ ഇതും മാറ്റങ്ങൾ വന്നു, ചേഞ്ചസ് വന്നു ഇവിടെ. ഓക്കെ, സിറ്റുവേഷൻസ് മറിഞ്ഞു. നിങ്ങൾ ചേഞ്ച് ആയി. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അവനവനെ തിരിച്ചറിയാൻ തുടങ്ങി. നിങ്ങൾ അവനവനെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മാറ്റേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിലും മാറ്റങ്ങൾ വരികയാണ്. ഓക്കെ, സോ യെസ്, ചില കാര്യങ്ങൾ തകർന്നിട്ടുണ്ടാവും അതിന് വേണ്ടിയിട്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് വീണ്ടും നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല ബന്ധങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തന്നെ ഒന്ന് മറിയാണ്. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. ഓക്കെ, എനിവേ എന്തായാലും വളരെ പോസിറ്റീവായിട്ട് ഒരു മെസ്സേജാണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ഇതുവരെ ഇപ്പം എന്തെങ്കിലും നിങ്ങൾ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ഒരു ബെറ്റർ ഒരു ലൈഫിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾക്ക് വളരെ നല്ല കാര്യങ്ങൾ യൂണിവേഴ്സ് കൊണ്ടുതരാൻ വേണ്ടിയിട്ടാണ്. റിലേഷൻഷിപ്സ് ആണെങ്കിൽ പേഴ്സൺ തിരിച്ചു വരും, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. കരിയറിലോ ഫാമിലിയിലോ എന്തിലായാലും ഓക്കെ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ ഇതുവരെ എഫേർട്ട് കൊടുത്തത് ഐ തിങ്ക് അതെല്ലാം നിങ്ങൾക്ക് അർഹിക്കുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടും തരും. അതാണ് ഇവിടെ പറയുന്നത്. അബണ്ടൻസ് ആണ് മെയിനായിട്ട്. ആക്ച്വലി നടുവിൽ കണ്ടു, രണ്ടും ഒരേ വരും ചെയ്തു മെസ്സേജ്. സോ യൂണിവേഴ്സ് കൺഫർമേഷൻ തരികയാണ്. നിങ്ങളുടെ അബണ്ടൻസ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും. നിങ്ങൾ അർഹിക്കുന്നത് യൂണിവേഴ്സ് തന്നിരിക്കും, ഉറപ്പാണ്. ആൻഡ് ആക്ച്വലി വളരെ ഫാസ്റ്റ് മൂവിങ് എനർജിയാണ് എനിക്ക് കാണുന്നത്. ഫാസ്റ്റ് അപ്രോച്ചായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി അധികം വൈകില്ല. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നിങ്ങൾ കാണാൻ തുടങ്ങും എന്നുള്ളതാണ്. ഓക്കെ, ബട്ട് ഈ മാറ്റം നിങ്ങൾ കൊണ്ടുവരണേ. ഓക്കെ, ഇത് ഇവിടുന്ന് തുടങ്ങണം നിങ്ങൾ. ഓക്കെ, സോ ഇത് എത്തിയിട്ടില്ലെങ്കിൽ ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, മെഡിറ്റേഷനോ പ്രാക്ടിക്കലോ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങാം. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഗൈഡൻസ് മെസ്സേജ്. സോ വളരെ സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു. എല്ലാവർക്കും വളരെ നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.